എപ്പോഴും ഷൂട്ടിങ്ങും തിരക്കുകളൊക്കെ ആയിട്ട് പോകുമ്പോൾ വീട്ടിൽ ചെയ്യേണ്ട ചില കാര്യങ്ങൾ ഒരു ഭാര്യ എന്നുള്ള നിലയ്ക്ക് ചെയ്യാൻ പറ്റാതെ വരുന്നുണ്ടെന്ന് അല്ലല്ല, ഞാനാണ് ഒഴുപ്പൻ. ഞാൻ വർക്കും കാര്യങ്ങളൊക്കെ പോകുമ്പോൾ രശ്മി മാക്സിമം തിരിച്ചു വീട്ടിൽ ചെല്ലണമെന്ന് പേടിച്ചിട്ടാണോ? എല്ലാവർക്കും അറിയാം. ഞാനെന്ന് വെച്ചാൽ ഷൂട്ടിങ് ഇപ്പം സീരിയലാണ് നടക്കുന്നതെങ്കിൽ ഞാൻ രാവിലെ 5 മണിക്ക് കറക്റ്റായിട്ട് എണീക്കും, റെഡിയാകും, രാത്രി 12-1 മണി വരെ വർക്ക് ചെയ്യും, തിരിച്ചു വരും. ഭയങ്കര ജോലിയിൽ വർക്കില്ലേ, എന്നെപ്പോലൊരു മടിയൻ വേറെ. കുത്തിപ്പിടിച്ചെണീപ്പിക്കേണ്ടിയൊക്കെ വരും. 10-11 മണിയൊക്കെ 5 മണിക്ക് ഞാൻ ചോദിക്കുന്നു അവിടെ തൂക്കാനാണോ പോണത് ഇത്ര രാവിലെ എന്ന്. അതായത് വർക്ക് എന്ന് പറഞ്ഞാൽ പിന്നെ വേറെ ഒരു ചിന്തയില്ല. പക്ഷെ വീട്ടിലിരിക്കുമ്പോൾ ഇതുപോലൊരു മടി. ബോബന്റെ ഇഷ്ടപ്പെടാത്ത സ്വഭാവം എന്താണ്? ഇഷ്ടപ്പെടാത്ത സ്വഭാവം എന്ന് പറഞ്ഞാൽ ചില സമയത്ത് അൺപ്രഡിക്റ്റബിൾ ആണ് ഓരോ സ്വഭാവം. അപ്പം ചില ചെറിയ കാര്യങ്ങൾ ഞാൻ വരികയോ നിസ്സാരമായ കാര്യങ്ങളായിരിക്കും, പക്ഷെ അത് വെച്ചാൽ അത് വലിയ പ്രശ്നമായിരിക്കും. നേരെ മറിച്ച് ഞാനത് വലിയ പ്രശ്നമായിട്ട് ഞാൻ ഇങ്ങനെ പമ്മി അവതരിക്കുമ്പോൾ അത് സാറില്ല, അത് അങ്ങനെയൊക്കെ പൊക്കോളും. അപ്പം എനിക്ക് പ്രഡിക്റ്റബിൾ അല്ല ഒരു സമയത്ത് സ്വഭാവം. ലാവിഷാണോ, പിശുക്കനാണോ? പിശുക്കനല്ല, ഒരുപാട് സഹായങ്ങൾ ചെയ്യുന്നത് ചില സമയത്ത് ഓവറാവാറുണ്ടോ എന്ന് എനിക്ക് തോന്നാറുണ്ട്. ഞാൻ വിളിക്കുന്ന ഇരട്ടപ്പേരെന്താ അറിയോ? പറയട്ടെ, കാരണം എൻ്റെ കൊച്ചുമോൻ. ഇപ്പൊ പക്ഷെ കുറേയൊക്കെ മാറ്റിയിട്ടാ. പണ്ട് പറയുന്ന പോലെ നമ്മൾ മറ്റുള്ളവരെ സഹായിക്കണം, ചെയ്യരുതെന്നല്ല പറയുന്നത്. പക്ഷെ ചില സമയത്തെ അർഹിക്കാത്ത ആൾക്കാരെയൊക്കെ സഹായിക്കുന്ന നമ്മ സങ്കടം വരും. ഈ പ്രൊഫഷൻ ഒരു സെക്യൂർഡ് അല്ല എന്ന് തോന്നിയിട്ടുണ്ടോ? ഒരു സ്റ്റേബിൾ അല്ല ഒരിക്കലും. പക്ഷേ നമ്മൾ ഡിറ്റർമിൻഡ് ആണെങ്കിൽ പേടിയാ വരില്ലേ അപ്പോൾ ഫ്യൂച്ചറിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ? എങ്ങനെ? ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പലപ്പോഴും ഞാൻ എൻ്റെ കാര്യം ഞാൻ ചിന്തിക്കാറില്ല. ആസ് എൻ ആർട്ടിസ്റ്റ് ഞാൻ അങ്ങനെ ബോധേഡ് അല്ല. എൻ്റെ ഫ്യൂച്ചർ എന്താണെന്നും ബ്ലാങ്കാ. പക്ഷെ ഞാൻ എപ്പോഴും വെച്ചാനോട് പറയാറുണ്ട്, കാരണം പുള്ളി ഒരു 100% ക്ലിയർ ആയിട്ടുള്ള ടെക്നീഷ്യൻ ആണെന്നുള്ള കോൺഫിഡൻസ് എനിക്കുണ്ട്. ഞാൻ എത്രയോ ആളോട് പറഞ്ഞിട്ടുണ്ട്, ചില സമയം ഭർത്താവ് അലസനാണ്, പക്ഷേ ആസ് എ ടെക്നീഷ്യൻ പുള്ളിയുടെ വർക്കിൽ പുള്ളി ടാലന്റഡ് ആയിട്ടുള്ള ഒരുപാട് പേര് ഒന്നും ആവാതിരിക്കുന്നില്ല. അതിന്റെ ഫ്രസ്ട്രേഷൻ തുടക്കത്തിലുണ്ടായിരുന്നു. പക്ഷെ അതിന്റെ റിസൾട്ടാണ് ഇപ്പൊ ഈ ചെയ്ത സിനിമയിൽ നിന്ന് കിട്ടിയ റെസ്പോൺസ്. കാരണം പുള്ളി ശരിക്കും അതിനു വേണ്ടി മെനക്കെട്ടിട്ടുണ്ട്, അത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ട്. നമ്മൾ കാണുന്നുണ്ടല്ലോ ഓരോ പ്രശ്നങ്ങളുണ്ടാകുന്നു, പക്ഷെ അതിനൊക്കെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ കൂടെ നിന്നിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഒരു റിസൾട്ടാണ് ഇപ്പോൾ കിട്ടുന്ന ഈ ഒരു സന്തോഷം എന്ന് പറയുന്നത്. കാരണം ഒരുപാട് നല്ല റെസ്പോൺസ് ഓൾ കേരള ത്രൂ നമുക്ക് കിട്ടുന്നുണ്ട്. ബോബന്റെ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. ആണോ? ചെറിയ ക്യാരക്ടർ ആണെങ്കിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്തെങ്കിലും ക്യാരക്ടറിനെ വിളിക്കും. മനോജേട്ടൻ്റെ സിസ്റ്ററായിട്ടൊരു ക്യാരക്ടർ ചെയ്തിരുന്നു. ത്രൂ ഔട്ട് അല്ലെങ്കിൽ പോലും അതിൻ്റെ ഒരു ഭാഗമാണ്. അതിൻ്റെ ഒരു സുഖം വേറെയാണല്ലോ. കുറേ വർക്ക് ചെയ്തിട്ടുണ്ട്. ആ ഒരു അനുഭവം വെച്ച് എന്നാൽ ഒരു ഹസ്ബൻഡ് എന്നുള്ളത് മാറ്റി വയ്ക്കാം, ഒരു ഡയറക്റ്റ് ചെയ്യുമ്പോൾ കൂടെ നിന്ന് വാച്ച് ചെയ്തല്ലോ, അപ്പോൾ എന്തെങ്കിലും പോരായ്മ തോന്നിയോ? അല്ല പെർഫെക്റ്റ് ആണോ? നമ്മളെപ്പോഴും നമ്മുടെ ഹസ്ബൻഡിനെ പെർഫെക്റ്റ് ആണോ? ആസ് എ ടെക്നീഷ്യൻ പെർഫെക്റ്റ് ആണ്. ആസ് എ ഹസ്ബൻഡ് ലൊക്കേഷനിലെത്തിയ ആലുവ മണപ്പുറത്ത് കണ്ട ഭാവം പോലും ഉണ്ടാവില്ല. ഞാൻ ചിലപ്പോൾ ഇരിക്കുന്നുണ്ട്, ഉച്ചയ്ക്ക് ബ്രേക്കൊക്കെ ആകുമ്പോൾ ഒരുമിച്ച് കഴിക്കാം, ആശാൻ അവിടെ നിന്നിട്ട് കഴിക്കുന്നുണ്ട്, അങ്ങനത്തെ ചിന്ത. അപ്പോൾ എന്നോട് പറയും, ലൊക്കേഷനിലെത്തിയാൽ നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരല്ല, രശ്മി ആർട്ടിസ്റ്റ്, ഞാൻ ഡയറക്ടറാണ്. അതൊക്കെ ഞാൻ പരാതി പറയായിരുന്നു. പക്ഷെ ഇപ്പം എനിക്ക് തോന്നുന്നു അതിൻ്റെ ഒരു നീറ്റ്നെസ്. നമ്മൾ ലൊക്കേഷനിൽ ചെന്ന് നമുക്ക് പഞ്ചറടിക്കാൻ വീട്ടിൽ സമയമുണ്ട്. പൊതുവെ എനിക്ക് തോന്നുന്നു പ്രായത്തെക്കാൾ കൂടുതൽ മെച്യൂരിറ്റി ഉണ്ടായിരുന്നു തോന്നുന്നല്ലേ? അതാണ്. ഞങ്ങൾ തമ്മിൽ 8 വയസ്സിൻ്റെ വ്യത്യാസമുണ്ട്, കണ്ടാ പറയില്ലെങ്കിലും. അതുപോലെ ശരിക്കും പറഞ്ഞാൽ എൻ്റെ റീ എൻട്രി ചെയ്യുന്നതും വെച്ചാൽ തന്നെയാണ്. ഞാൻ കല്യാണം കഴിഞ്ഞ് മോനുണ്ടായി, ഞാൻ ഈ ആക്ച്വലി തൽക്കാലം വർക്ക് ചെയ്യുന്നില്ല എന്ന് വെച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാണ് വെച്ചാൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് പാവക്കൂത്ത് എന്ന് പറഞ്ഞ സീരിയൽ. അപ്പോൾ എനിക്കിങ്ങനെ പറഞ്ഞ പോലെ വീട്ടിലിരുന്നിരുന്ന് മുഷിയാൻ തുടങ്ങി. എന്തോ എനിക്ക് വർക്ക് ചെയ്യണമെന്നൊരു ഫീല് തോന്നി. അപ്പോൾ ഇത് പറയാനും ഒരു മടി, ഇങ്ങോട്ട് പുള്ളി ഒന്നും ചോദിക്കണമില്ല. അപ്പൊ ഇങ്ങനെ രാവിലെ ഷൂട്ടിന് പോയിട്ട് കുറെ എന്നാ പോലെ അതിനെപ്പറ്റി സംസാരിച്ചില്ല ഒന്നും. അപ്പൊ ഇങ്ങനെ അതിന്റെ എക്സിക്യൂട്ടീവ് വിളിച്ചിട്ട് പറഞ്ഞു, ചേച്ചി ഈ പാവക്കുത്തിലൊരു വേഷം ചെയ്തു. അപ്പൊ ഞാൻ വെച്ചാൽ അതിന്റെ ഭർത്താവല്ലേ ഡയറക്ട് ചെയ്യുന്നത്, അങ്ങനെ ഇന്ന് രാവിലെ പോകുമ്പോഴൊന്നും പറഞ്ഞില്ലല്ലോ. അപ്പൊ അങ്ങനെ ഒരു സർപ്രൈസ് ആയിട്ടായിരുന്നു. പുള്ളി തന്നെയാണ് എനിക്കൊരു റീ എൻട്രി. നമുക്ക് എന്തായാലും തോന്നുന്നു രശ്മി പാവക്കുത്ത് നല്ല റേറ്റിംഗ് ആട്ടോ. അങ്ങനെയാണ് റീ എൻട്രി ഉണ്ടായത്. ഈ എന്താണ് രശ്മിയിൽ ഇഷ്ടപ്പെടാത്ത സ്വഭാവം? ഒരെണ്ണേ കഴിച്ചുള്ളൂ കേട്ടോ, എന്താണെന്ന് ചോദിച്ചില്ല. ഏത് വേണമെന്ന് പറയാൻ ഇഷ്ടപ്പെടാത്ത എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും പറയാറുണ്ട്, നന്നായിട്ട് കുക്ക് ചെയ്യും. അല്ല, എനിക്ക് ഇഷ്ടപ്പെടാത്ത ഒരു എന്ന് വെച്ചാൽ ഒരു കാര്യം തീരുമാനിച്ചാൽ അത് കംപ്ലീറ്റ് ആക്കില്ല. അതൊക്കെ ഞാൻ പറയാറുണ്ട്. ഒരു ആർട്ടിസ്റ്റാണ് നമ്മൾ മുഖം മാത്രം എനിക്ക് നടന്നിട്ട് കാര്യമില്ല, അല്ലേ? സത്യം.
അപ്പോൾ നമ്മൾ ഒരു Exactly. ഒരു വിഷ്വൽ നമ്മളെ കാണുന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട്, രശ്മി ബോഡിയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യണം, അത് തടി കുറയ്ക്കണം. ഓ ഞാനിനി എന്താ ചെയ്യണം. അപ്പോൾ ഞാൻ പറയുന്നത് പിന്നെ അഭിനയിക്കണ്ട, അതൊന്നും കേൾക്കില്ല. ഞാൻ പറഞ്ഞു വീട്ടിലിരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അതൊന്നും നോക്കേണ്ട കാര്യമില്ല. എന്നാൽ ശരി എന്ന് പറഞ്ഞ് നേരെ പോയി VLCCയിൽ 30,000 രൂപ കൊടുത്ത് അവിടെ ചേരും. 2 ദിവസം കഴിയുമ്പോൾ അവിടെ ശരിയല്ല, തിരിച്ചു വരും. കുറച്ച് 2 ദിവസം കഴിഞ്ഞ് ഞാൻ ഇതുപോലെ എന്തെങ്കിലും പറയുമ്പോൾ എയറോബിക്സിൽ പോയി ചേരും, അവിടെ 2 ദിവസം കഴിഞ്ഞ് തിരിച്ചു വരും. ഇങ്ങനെ ഓരോ തവണയും പോകാത്ത സ്ഥലങ്ങളില്ല, ഒരു കാര്യം കംപ്ലീറ്റ് ചെയ്യത്തില്ല. എല്ലാം ഒരു 2 ദിവസം 3 ദിവസമൊക്കെ ചെല്ലുമ്പം എന്തെങ്കിലുമൊക്കെ കാരണം പറഞ്ഞ് തിരിച്ചു വരും. വീട്ടിലൊരു ട്രെഡ്മില്ല് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ലോകത്ത് ഏറ്റവും കാശ് കൊടുത്തത് തുണി സ്റ്റാൻഡ് വാങ്ങിച്ചിരിക്കുന്ന പോലെയാണ് അത് മിക്ക വീട്ടിലും കാണുന്ന. അപ്പോൾ ഞാൻ എപ്പോഴും പറയാനുണ്ട്, ഒരു തുണി സ്റ്റാൻഡിന് വേണ്ടി ഇത്രയും കാശ് ചിലവാക്കേണ്ട കാര്യമുണ്ട്. രശ്മിയെ കല്യാണം കഴിക്കണം എന്ന് ബോബന് തോന്നാനുണ്ടായ ഒരു അട്രാക്ഷൻ എന്താണ്? ചുമ്മാ അങ്ങ് എത്രയോ നടികളെ കണ്ടില്ലേ, എത്രയോ പേരുമായിട്ട് വർക്ക് ചെയ്തില്ലേ, വെറുതെ ഒരാളോട് അങ്ങനെ തോന്നില്ലല്ലോ. ഇതിന് എന്നോടൊരു ഉത്തരം പറഞ്ഞിട്ടുണ്ട്, അത് തന്നെ ഇവിടെ പറയുന്നത് ഞാൻ നോക്കട്ടെ. അത് ഇപ്പൊ പറയരുതായിരുന്നു. ആള് ബോൾഡാണെന്ന് മനസ്സിലായി. വർക്ക് നടക്കുമ്പോൾ തന്നെ ആദ്യ ദിവസം വന്നപ്പോൾ തന്നെ ആള് ബോൾഡാണെന്ന് മനസ്സിലായി. പിന്നെ ഒരു നല്ല ഫാമിലി എന്നൊക്കെ വന്ന ഒരു കുട്ടിയാണെന്നുള്ളൊരു ഇതൊക്കെ നമ്മൾ നോക്കാറുണ്ട്. നമ്മൾ ലൈഫ് പാർട്ട്ണർ എങ്ങനെ ആയിരിക്കണം എന്ന് നമ്മൾ നോക്കാറുണ്ട്. അപ്പം അന്ന് പരിചയപ്പെട്ടപ്പോൾ തന്നെ എനിക്ക് തോന്നി കുഴപ്പമില്ല, അതിൽ കാണാനും കുഴപ്പമില്ല. ആ സമയത്ത് പുള്ളിക്ക് കല്യാണം ഇപ്പം മാറിയേ പറഞ്ഞ പോലെ 500 ലിറ്ററിന്റെ കൊക്ക് മാറിയിട്ട് 1 ലിറ്ററിന്റെ കൊക്കായി. അപ്പോൾ അങ്ങനെ അതിൽ പ്രത്യേകിച്ച് ഒരു അട്രാക്ഷൻ ഇതൊക്കെ തന്നെ എനിക്ക് തോന്നിയത്. ആള് ബോൾഡാണ്, പിന്നെ നല്ല ഫാമിലിയാണ്, അങ്ങനെ വേറെ ഇതൊക്കെ തന്നെ ആയിരിക്കും ആ സമയത്ത് നമുക്ക് തോന്നി. അത്രയും മതിയോ ഒരു പാർട്ട്ണർക്ക്? അത്രയും ക്വാളിറ്റീസ് മതിയോ? അല്ല, അത്രയും നേരത്തെ പറഞ്ഞ മാതിരി ഒരു വർഷം മന്ദബുദ്ധി ആയിരുന്നെങ്കിലോ? അല്ല, നമ്മൾ അതൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ ഡയലോഗ് പറഞ്ഞു കൊടുക്കുമ്പോൾ അറിയാം ഇത് സംസാരിക്കുമെന്നും മുടന്തില്ല എന്നും ഒക്കെ നമ്മൾ വാച്ച് ചെയ്യുമല്ലോ. വിക്കില്ല, ഒന്നുമില്ല, അത്യാവശ്യം അക്ഷരങ്ങളൊക്കെ വായിക്കാൻ അറിയാം. ഇതൊക്കെ നമ്മൾ ആദ്യമേ നോട്ട് ചെയ്ത് കഴിച്ച് പിന്നെ നമുക്ക് ആ സൈഡെല്ലാം ക്ലിയർ ആയതിനു ശേഷം ശ്രദ്ധിച്ച ചില കാര്യങ്ങളുണ്ട്. അല്ല, ശരിക്കും ആ സമയത്ത് വെച്ചാൽ കല്യാണാലോചനകൾ വീട്ടിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഒരു കല്യാണം കഴിക്കണം എന്നൊരു ആറ്റിറ്റ്യൂഡിൽ നിൽക്കുന്ന സമയത്താണ് പരിചയപ്പെടുന്നത്. അപ്പോൾ തോന്നി ആ പുള്ളിയുടെ കറക്റ്റ് ടൈം ഓരോരുത്തർക്കും ഓരോന്ന് പറഞ്ഞിട്ടുണ്ട് കൊണ്ടേ വന്നു കേട്ടിട്ടില്ലേ. ഇതേ ഉത്തരം തന്നെയാണോ രശ്മി ചോദിച്ചപ്പോ രശ്മിയോട് പറഞ്ഞത്? ഇതിന്റെ കൂടെ വേറെ സാധനം കൂടി ഉണ്ട്. അതെന്താ? സെൻസേർഡാ. പറഞ്ഞോ, കുഴപ്പമില്ല, ഞാൻ മറന്നുപോയി. അത്ര വൃത്തിയിടാണോ? പറഞ്ഞോ, കുഴപ്പമില്ല, പറയേ കേക്കട്ടെ. എന്താ കൊളായി പറഞ്ഞോ. സുന്ദരിയാണെന്ന് പറഞ്ഞോ? അല്ലല്ല, പുള്ളിക്ക് പഴയകാല നടിമാരെ ഭയങ്കര പറയണ്ട. നിങ്ങൾ നല്ല സന്തോഷമായിട്ട് ജീവിക്കുന്നു. ഇതിങ്ങനെ തന്നെ നമുക്ക് നിങ്ങളുടെ മക്കളെയും ഇതുപോലെ ഇരുത്തി സംസാരിക്കാൻ ഇടവരട്ടെ. താങ്ക് യു.